നമസ്കാരം. 50ാം പിറന്നാൾ നിറവിലുള്ള എ.ആർ. റഹ്മാന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ചുരുക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ അരനൂറ്റാണ്ടും സംഗീത ജീവിതത്തിന്റെ കാൽനൂറ്റാണ്ടും പൂർത്തിയാക്കുകയാണ് ഇന്ത്യൻ മൊസാട്ട് എന്നറിയപ്പെടുന്ന എ.ആർ. റഹ്മാൻ. റോജയിലൂടെ റഹ്മാൻ വന്നതുപോലെ ഒരു ഇന്ത്യൻ താരവും ഇന്ത്യൻ സംഗീത ലോകത്തോ സിനിമാ രംഗത്തോ വന്നിട്ടില്ല. അതൊരു വരവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റഹ്മാനത്തുള്ള ഓരോ നിമിഷവും സംഗീത പ്രേമികൾക്ക് വിലപ്പെട്ടതാണ്. റഹ്മാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചുവെന്ന അഹങ്കാരം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അള്ളാ റഹ റഹ്മാൻ എന്ന ഈ കുറിയ മനുഷ്യൻ ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയ സമ്മാനങ്ങളിൽ മികച്ചതാണ്. എ.ആർ. റഹ്മാന് ജന്മദിനാശംസകൾ. ഇളയരാജ അവസാന വാക്കായിരുന്ന ഇന്ത്യൻ സിനിമാ സംഗീതത്തിലേക്ക് അത്ഭുതങ്ങളുമായാണ് റോജ എത്തുന്നത്. ഒപ്പം ഇന്ത്യൻ മൊസാട്ട് എന്ന എ.ആർ. റഹ്മാന്റെ പിറവിയും. ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം. ചിന്ന ചിന്ന ആസൈ പറന്നെത്താത്ത ഒരു കൊച്ചു ഗ്രാമം പോലും ഉണ്ടായില്ല. പിന്നീടങ്ങോട്ട് ബോംബെ, കാതലൻ, തിരുടാ തിരുടാ, ജെന്റിൽമാൻ തുടങ്ങി ഒരുപിടി നല്ല ചിത്രങ്ങളിലൂടെ റഹ്മാൻ എന്ന മാന്ത്രികന്റെ കരസ്പർശങ്ങൾ. തെരുവുകളിലും വാഹനങ്ങളിലും ഉത്സവങ്ങളിലും എന്നുവേണ്ട സാധാരണക്കാരന്റെ ചുണ്ടുകളിലും നിറഞ്ഞ ലഹരി മന്ത്രങ്ങൾ മാത്രം. റഹ്മാൻ എന്ന പ്രതിഭയുടെ വിരൽത്തുമ്പിലായിരുന്നു കാലങ്ങളോളം ഇന്ത്യൻ യുവത്വത്തിന്റെ താളം. ഭാരതിരാജയുടെ കിഴക്കുചീമലെ, കറുത്തമ്മ എന്നീ ചിത്രങ്ങളിലെ അതിമനോഹരമായ നാടൻ ഈണങ്ങളുമായി റഹ്മാന്റെ മറ്റൊരു മുഖം. അന്നുവരെ കേട്ട ഒരു നാടൻ ഈണങ്ങളുടെയും അനുകരണമായിരുന്നില്ല റഹ്മാനിൽ നിന്ന് പിറവിയെടുത്തത്. രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത രംഗീലയിലൂടെ ഹിന്ദിയുടെ ഹൃദയവും ഈ തമിഴ് മകൻ കവർന്നു. ദിൽസെ, താൾ തുടങ്ങി ബോളിവുഡ് ഹിറ്റുകളുടെ തുടർക്കഥയായിരുന്നു പിന്നീടങ്ങോട്ട്. ഇന്ന് തമിഴിനേക്കാൾ അധികമാണ് അദ്ദേഹം സംഗീതം നൽകുന്ന ബഹുഭാഷാ ഗാനങ്ങൾ. രാജ്യാന്തരവേദികളിൽ സംഗീതത്തിന്റെ ഇന്ത്യൻ മുഖമാണ് ഇന്ന് റഹ്മാൻ. സ്ലംഡോഗ് മില്ലിയനെയറിലൂടെ ഓസ്കർ പുരസ്കാരം നേടിയതും അടുത്ത ഓസ്കാറിന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നതും നമ്മുടെ ഒരു സംഗീതജ്ഞനും സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടം. അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്ന പുരസ്കാരങ്ങളും ഏറെ. ഇന്ത്യൻ സിനിമാ സംഗീതധാരയിൽ വെറും മിന്നാമിനുങ്ങാകും റഹ്മാൻ എന്ന പാരമ്പര്യവാദികളുടെ വിമർശനം പാടെ തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോഴും സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന 50ന്റെ ഈ നിറയൗവനം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ആർട്ട് കഫേ. റഹ്മാന്റെ സംഗീതയാത്രയ്ക്ക് പറയാൻ കഥകൾ നിരവധിയാണ്. ബാല്യത്തിന്റെ ജീവിതഭാരവും ഇളയരാജയ്ക്കും കൂട്ടുകാരനായ ശിവമണിക്കുമൊപ്പമുള്ള സംഗീത ശ്രമങ്ങളും. പക്ഷേ തട്ടിയും തടഞ്ഞും നീങ്ങിയ റഹ്മാൻ യാത്രകൾക്ക് ദിശാബോധം നൽകിയത് മണിരത്നമാണ്. 1992 റോജയിലൂടെ. റഹ്മാൻ എന്ന പേരിൽ സംഗീതം പകർന്ന ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു പാട്ടിന് സ്വരം നൽകി അനശ്വരമാക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഗായികയാണ് മലയാളത്തിന്റെ വാനമ്പാടി കെ.എസ്. ചിത്ര. റഹ്മാന്റെ അനശ്വരങ്ങളായ പല മെലഡികൾക്കും പിന്നെയും ചിത്ര സ്വരം നൽകി. ഈ പിറന്നാൾ ദിനത്തിൽ ഗാനാലാപനത്തിലൂടെ തന്നെ റഹ്മാന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ചിത്ര. Happy birthday, Rahman ji. May God bless you with good health, peace of mind and inspiring music. All my prayers to you and your family. Have a great year ahead. Enjoy your birthday. റഹ്മാനെ പോലെ തന്നെയാണ് റഹ്മാന്റെ പാട്ടുകളും. പ്രണയത്തിനും വിരഹത്തിനും ഫാസ്റ്റ് നമ്പറുകൾക്കും അപ്പുറം ഒരു ജെന്റിൽമാൻ ടച്ച് അവയ്ക്കുണ്ടാകും. പ്രണയ ചിത്രങ്ങൾക്ക് പുതിയ മാനം നൽകിയ ചിത്രമായിരുന്നു മിൻസാര കനവ്. ആ ചിത്രത്തിന് വിജയമൊരുക്കിയത് റഹ്മാന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള മാന്ത്രിക സംഗീതമായിരുന്നു. കാറ്റിന് പോലും തോന്നും റഹ്മാൻ സംഗീതത്തെ പ്രണയിക്കാൻ, ഒപ്പം ചുവടുവയ്ക്കാൻ. പ്രണയത്തിലേക്ക് അത്രമാത്രം അലിഞ്ഞു ചേർന്നതായിരുന്നു റഹ്മാന്റെ ഓരോ ഗാനങ്ങളും. പാട്ടുകൾ തിരികെ കയറ്റാനായി സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ബോറൻ ശൈലികൾക്കിടയിൽ റഹ്മാൻ സംഗീതം മൗനമായ കഥാപാത്രങ്ങളുടെ ഉറക്കപ്പറച്ചിലുകളായി. കേരളക്കര മുതൽ ഹോളിവുഡ് വരെ ന്യൂ ജനറേഷൻ പനി പടർന്നു പിടിച്ച കാലം. സാങ്കേതികതകളെയും പുതിയ രീതിയിലുള്ള കഥാസന്ദർഭങ്ങളെയും കൂട്ടുപിടിച്ച് പഴമയെ മറന്ന കാലം.
ഈ ബഹളങ്ങളൊക്കെ ഇടയിലും പ്രണയം പറയാൻ റഹ്മാൻ തന്നെ വേണമായിരുന്നു. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ മറ്റൊരു റഹ്മാൻ മാജിക് ആയിരുന്നു തിരുടാ തിരുടായിലെ ഗാനങ്ങൾ. ഫാസ്റ്റ് നമ്പറുകൾക്കൊപ്പം മെലഡി ബ്ലെൻഡ് ചെയ്തുള്ള മനോഹര ഗാനങ്ങൾ. മലയാളികൾക്ക് തമിഴ്, ഹിന്ദി സിനിമാ ഗാനങ്ങളിലൂടെ റഹ്മാൻ സുപരിചിതനാണെങ്കിലും മലയാളത്തിന്റെ സ്വന്തം RK ശേഖറിന്റെ പുത്രന്റെ മലയാളത്തിലെ അരങ്ങേറ്റം മോഹൻലാൽ നായകനായ യോദ്ധയിലൂടെയായിരുന്നു. സിനിമയിലെ ഗാനങ്ങൾ തെന്നിന്ത്യയിൽ തന്നെ ഹിറ്റായി. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സ്വർണലത റഹ്മാന്റെ കണ്ടെത്തലായിരുന്നു. ഈ ഗാനത്തിലൂടെ നിരവധി പുരസ്കാരങ്ങളാണ് സ്വർണലതയെ തേടിയെത്തിയതും. മുൻപ് ചെയ്തിരുന്നതിനെയെല്ലാം പൊളിച്ചടുക്കി പുതിയ ഒന്നിലേക്ക്. ഓരോ കാലഘട്ടത്തിന്റെയും മാറ്റത്തിനനുസരിച്ച് റഹ്മാൻ സഞ്ചരിച്ചു എന്നതിന്റെ തെളിവാണ് വിനയ് താണ്ടി വരുവായ ഇതിലെ റഹ്മാൻ മാജിക്കിലേക്ക്. മണിരത്നത്തെ പോലെ തന്നെ റഹ്മാന്റെ ഗാനങ്ങൾ സിനിമയിൽ കോർത്തിണക്കി ഉപയോഗിച്ച സംവിധായകനാണ് ഗൗതം മേനോൻ. ഗൗതം മേനോൻ ചിമ്പു ചിത്രത്തിലെ ഈ ഗാനം റഹ്മാന്റേതായി ഒടുവിലിറങ്ങിയ പാട്ടുകളിൽ ഒന്നാണ്. എന്തായാലും ഈ ഒരു മണിക്കൂർ AR റഹ്മാന്റെ സംഗീത സഭയെ ആദരിക്കാൻ തികയില്ല. കേട്ട പാട്ടുകൾ എത്ര മധുരം, കേൾക്കാത്ത പാട്ടുകൾ അതിലേറെ മധുരം. മലയാളിയായ RK ശേഖറിന്റെ പുത്രൻ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. റഹ്മാന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ.